ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും കുമ്പളങ്ങയൊക്കെ കണ്ടപ്പോൾ ഒരു സാമ്പാർ വെക്കാനുള്ള തയ്യാറെടുപ്പാണ് എന്നല്ലേ. പക്ഷെ സാമ്പാറൊന്നും അല്ല കേട്ടോ, അതിനേക്കാൾ അടിപൊളി ഒരു കറിയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിതാ അതിനായിട്ടൊരു 1/2 കിലോ കുമ്പളങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അരിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണം, എന്നാൽ മാത്രമേ ഈ കറിയുടെ ഫുൾ രൂപം നിങ്ങൾക്ക് എന്താണെന്ന് അറിയുള്ളൂ. അപ്പോൾ അതാ ഞാനൊരു തേങ്ങ മുറിയും അവിടെ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചിരകി എടുക്കണം. അപ്പോൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു സവാള, 1-2 സവാള, ചെറുതാണെങ്കിൽ 2 സവാള, വലുതാണെങ്കിൽ 1. അപ്പോൾ അങ്ങനെ എടുക്കുക. പിന്നെ ദാ നമ്മൾ ആ കുമ്പളങ്ങയും ആ ഉരുളക്കിഴങ്ങൊക്കെ ദാ ഈ ഒരു കടല ചേർത്തിട്ടാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. കടലക്കറി മാത്രമായിട്ടാണ് കൂടുതൽ ആൾക്കാർ വെക്കുക. പക്ഷേ ഈ ഒരു കടലയുടെ കൂടെ ഈ ഒരു കുമ്പളങ്ങ നമ്മൾ ചേർക്കുകയാണെങ്കിൽ ശരിക്കും ചിക്കൻ കറി മാറി നിൽക്കണം, അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ ദാ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേഗം വെക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കടലിലൊക്കെ ഉപ്പ് പിടിക്കും. അപ്പോൾ ഞാനതാ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടലയൊക്കെ അത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ വെള്ളം ഞാനിന്ന് മാറ്റണില്ല. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഇടുമ്പോൾ പിന്നെ വേറെ വെള്ളം ഒഴിച്ച് ഇത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളം ഒന്നും മാറ്റണില്ല. അപ്പോൾ അതാ നമ്മളിവിടെ അരിഞ്ഞ് വെച്ച തക്കാളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രം ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. അതെനിക്ക് കുറേ ആയി ഞാൻ വാങ്ങിച്ചിട്ട്, എനിക്ക് വളരെ ഒരു ഉപകാരമുള്ളൊരു പാത്രമായിട്ട് തോന്നിയിട്ടുണ്ട്, ഒരു പ്ലേറ്റായിട്ട്. അത് ഞാൻ എൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞതാണ്. നല്ല കളർഫുള്ളല്ലേ കാണാനായിട്ട്. അപ്പോൾ അതാ കടല വെന്തപ്പോൾ നമ്മൾ ഈ കുമ്പളങ്ങയും അങ്ങനെ ഒക്കെ എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കുമ്പളങ്ങ ചേർക്കണത് കൊണ്ട് തന്നെ ചിലപ്പോൾ വെള്ളം പോലെ തോന്നും. അപ്പോൾ അതൊന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തണത്. അതുമാത്രമല്ല ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കുക. പിന്നെ വെള്ളം പോരെങ്കിൽ വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കിയിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു മസാലക്കറി ആയിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ചധികം മല്ലിപ്പൊടി ഈ ഒരു കറിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 2 സ്പൂണ്, വലിയ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി, നമ്മളിതിൽ പച്ചമുളക് ഓൾറെഡി ചേർത്തത് കൊണ്ട് കുറച്ച് മാത്രം മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് പിന്നെ ഇതാ നമ്മുടെ മസാല കറി ആയതുകൊണ്ട് തന്നെ ചിക്കൻ മസാലയുടെ പൊടി കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കറി ഒന്ന് മൂടി വയ്ക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയൊക്കെ ഞാനിവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ഞാൻ ചേർത്തിട്ടാണ് തേങ്ങ ഇവിടെ അരച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഈ ഒരു തേങ്ങ നന്നായി അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ അതാ അവിടെ തിളച്ച് വേകാനായിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ ആ ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചാറ് ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ കടല ഒരുപാട് ഉടഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഉടഞ്ഞത് കാണിച്ചു തരികയാണ് ഞാൻ. അപ്പോൾ അതാ ഈ ഒരു പരുവമാകുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകവും പട്ടയും അരച്ചത് കൊണ്ട് തന്നെ നല്ല ഒരു മണം ഉണ്ടാകും. വേറെ ഒരുപാട് മസാല പൊടികളൊന്നും ഇതിന് ആവശ്യമില്ല. ഈ തേങ്ങ അരച്ചത് കൂടി അതിൽ ചേർത്തിട്ട് നന്നായി ഇളക്കുക.
നമ്മളിത് താളിക്കാതെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു താളിപ്പ് കൂടി ഇതിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഈ കറി ഒന്ന് തിളച്ചതിന് ശേഷം, ഒരുപാട് തിളക്കരുത്, കുറച്ച് ഒന്ന് തിള പൊട്ടുമ്പോൾ കറി ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ടതാ നമ്മളൊരു താളിപ്പ് ചേർത്താൻ പോവാണ്. അതിനായിട്ട് ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് കടുകും കൂടെ ചേർത്ത് ഒരു പൊട്ട് പെരിഞ്ചീരകവും ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു താളിപ്പ് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല മണമാണ്. ഒരുപാട് നേരം താളിച്ചത് ചേർത്ത് ഒരുപാട് നേരം തുറന്ന് വെക്കരുത്, കുറച്ചൊന്ന് മൂടി വയ്ക്കുക. എന്നാലാണ് ഈ ഒരു മണം പോകാതെ നമുക്ക് ഈ ഒരു കറി കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടതാ തുറന്ന് നോക്കി. അപ്പോൾ അതാ നല്ല പാകത്തിനുള്ള കറിയായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഈ ഒരു കടലക്കറി നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഏറ്റവും ബെറ്റർ ചപ്പാത്തി, നൂൽപുട്ട്, അതുപോലെ പുട്ട്, കുറ്റിപ്പുട്ട് എന്നതിൻ്റെ കൂടെയൊക്കെ അടിപൊളി കറിയാണ്. നിങ്ങൾ കടല കിട്ടിയാൽ അതിൻ്റെ കൂടെ കുമ്പളങ്ങയും കൂടി ചേർത്തൊന്ന് വെച്ച് നോക്കിക്കോളൂ. ഞങ്ങളുടെ ഈ പാലക്കാട് ഭാഗത്തൊക്കെ കുമ്പളങ്ങയും അതുപോലെ കോഴി ഇറച്ചിയൊക്കെ ഞങ്ങൾ വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാനൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിലേക്ക് താളിക്കുമ്പോൾ നമ്മൾ കറിവേപ്പില ചേർത്തിട്ടുണ്ട്, എങ്കിലും 2 തണ്ട് കറിവേപ്പിലയൊക്കെ ചന്തത്തിനായിട്ട് ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. അടിപൊളി കറിയാണ്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അതുപോലെ നൂൽപുട്ടിൻ്റെ കൂടെ, കുറ്റിപ്പുട്ടിൻ്റെ കൂടെ, ഏത് പലഹാരം ആയിക്കോട്ടെ ഈ ഒരു കറി മാത്രം മതി നമുക്ക്. അപ്പോൾ ഞാനിന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.